വരെയും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഇന്നിന്റെ കേരളം എത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറകൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? പത്രമാധ്യമങ്ങളിൽ വരുന്ന ഓരോ വാർത്തകളും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ നിരൂപിക്കുന്നതിലും അധികമായി ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ തലമുറകളുടെ കരങ്ങളിൽ എത്തിച്ചേരുന്നു. മാത്രമല്ല, കുഞ്ഞുങ്ങളൊക്കെ അതിന് അടിപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിസാര കാര്യങ്ങളെ ചൊല്ലിപ്പോലും നമ്മുടെ തലമുറകൾ അമ്മയൊന്ന് വഴക്ക് പറഞ്ഞു, ഒന്ന് മൊബൈല് മാറ്റിവെച്ചു, അതിന്റെ കാരണത്താൽ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു വല്ലാത്ത കാലഘട്ടം അല്ലേ? നമ്മൾ പണ്ടുള്ളവർ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു വല്ലാത്തൊരു നിലയിലാണ് ഇന്നത്തെ വാർത്തകളൊക്കെ നമ്മളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ഓരോ വാർത്തകളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിന് നൊമ്പരമാണ്. ഹൃദയമുള്ളവർക്കെല്ലാം വേദനാജനകമായ വാർത്തകളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഈ കഠിനമായ വെയിലിലും അധ്വാനിച്ച് മക്കളെ പഠിക്കുവാനായി നല്ല അവരുടെ ഭാവിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത തലമുറകളെ സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെ വിടുന്നു. അവരുടെ കലാലയങ്ങൾ പോലും സുരക്ഷിതരല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടും കേട്ടും വരുന്നത്. അധ്യാപകർ പോലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗിക്കുക മാത്രമല്ല, അത് തലമുറകൾക്ക് നൽകി, പഠിക്കാനായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകി അവരെ പല നിലകളിൽ യൂസ് ചെയ്യുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഓരോ വാർത്തകളും വേദന ഉളവാക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഉയർത്തുന്ന ഒരു സന്ദേശമുണ്ട്. അതൊരു ഗുഡ് ന്യൂസ് ആണ്, ഒരു നല്ല വാർത്തയാണ്. കാരണം എന്തെന്നറിയാമോ? ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവന്റെ സകല പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് മാനവ കുലത്തിന് സമാധാനം നൽകുവാൻ വേണ്ടിയാണ് ലോകത്തിൽ വന്നത്. ഈ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇതൊരു മതപ്രസംഗമല്ലേ എന്ന്. ഒരിക്കലുമല്ല കേട്ടോ, ഇതൊരു മതപ്രസംഗമല്ല, ഒരു മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രസംഗമാണ്. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഒരു മതത്തിന്റെയും നേതാവല്ല. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല, ഒരു മതത്തിന്റെയും വാഗ്മീയമല്ല. യേശു ക്രിസ്തു സമാധാനം നൽകുവാൻ, ശാന്തി നൽകുവാൻ, രോഗസൗഖ്യം നൽകുവാൻ, രക്ഷ നൽകുവാൻ വേണ്ടിയാണ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇവിടെ ജനിക്കുന്ന സകല മാനവരും പാപത്താലാണ് ജനിക്കുന്നത്. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ പലതും ചെയ്യുന്നു. എന്നാൽ ദൈവം തന്നെ മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി ദൈവം ഒരുക്കിയ ഏക വഴിയാണ് സാക്ഷാൽ യേശു ക്രിസ്തു. നമുക്കറിയാം, ഇന്ന് കണ്ടുവരുന്ന സകല തിന്മയുടെയും പിൻപിൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, അത് പാപമാണ്, മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപമാണ്. അതുകൊണ്ടാണ് എത്ര ശാസിച്ചിട്ടും എത്ര ഉപദ്രവിച്ചിട്ടും തലമുറകൾ പിന്നെയും ആ പാപത്തിലേക്ക്, ആ അതിക്രമങ്ങളിലേക്ക് തിരിയുന്നതിന്റെ കാരണം ഇവിടെ ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, അവരെ ശാസിക്കുവാൻ ആളുകളില്ലാഞ്ഞിട്ടാണോ? ഡീഅഡിക്ഷൻ സെന്ററുകൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്നുണ്ട്, എന്നിട്ടും ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയില്ലേ? തലമുറകൾക്ക് കൗൺസിലിംഗ് സ്കൂളുകളിൽ നൽകുന്നുണ്ട്, പല നിലകളിൽ നൽകുന്നുണ്ട്, എന്നിട്ടും എന്തേ നമ്മുടെ തലമുറകൾ നേർവഴി നടക്കാത്തത്? ഞാൻ പറയാം, വിശുദ്ധ ബൈബിൾ പറയുന്നു, തലമുറകൾ എന്നല്ല, ഭൂമിയിൽ ജനിക്കുന്ന സകലരുടെയും ഉള്ളിൽ നാം അറിയാതെ വരുന്ന ഒന്നാണ് പാപം എന്ന് പറയുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ നിത്യ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മാനവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു സാക്ഷാൽ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മനുഷ്യനൊരുക്കിയ വഴിയല്ല, യേശു ദൈവം തന്നെ മനുഷ്യന് വേണ്ടി ഒരുക്കിയ ഏക വഴിയാണ്. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാണ് യേശു കർത്താവ്. നമുക്കറിയാം, ഈ ലോകത്തിലെ സകല മനുഷ്യനും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം ഒരുക്കിയ ഒരു വഴി കാട്ടിത്തരുന്ന ഏതെങ്കിലും ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്.